ഹായ് ഫ്രണ്ട്സ്. ഈ ഗവൺമെന്റ് ഏറ്റുമുട്ടലിൽ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. കേരളത്തിലെ വിദ്യാർത്ഥികൾ. ഈ ഗവർണർ കേന്ദ്ര ഗവൺമെന്റിന്റെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് യൂണിവേഴ്സിറ്റികളിൽ തന്റെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിനെ ശക്തമായി എതിർക്കുകയാണ് അല്ലെങ്കിൽ നേരിടുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷം SFI എന്ന സംഘടനയുടെ പേരിൽ. അവിടെ സമരത്തിനായി ചെല്ലുന്നത് SFIക്കാരൊന്നുമല്ല, 30, 40, 50 കടുംപെട്ടുകളാണ്. ഈ കഴിഞ്ഞ ദിവസം കേരള യൂണിവേഴ്സിറ്റി യുദ്ധക്കളമായി മാറി. അക്ഷരാർത്ഥത്തിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫീസുകളിലേക്ക് ഇങ്ങനെ അതിക്രമിച്ച് കയറി ചെല്ലുക, തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തികച്ചും നിയമവിരുദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും. എന്ന് പറഞ്ഞാൽ BJP എന്ത് ചെയ്യുന്നു അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇവിടെ ഇടതുപക്ഷം ചെയ്യുന്നത്. ഇതിനോടകം തന്നെ കേരളത്തിലെ മിക്കവാറും എല്ലാ യുവമന്ത്രിമാരുടെയും ഭാര്യമാർക്ക് ഏതെങ്കിലുമൊക്കെ പോസ്റ്റ് ലഭിച്ചു കഴിഞ്ഞു. അത് ഗ്രൂപ്പുവൽക്കരണമാണോ അതോ നെപ്പോട്ടിസം അഥവാ സ്വജനപക്ഷപാതമാണോ എന്നൊക്കെ ജനം തീരുമാനിക്കട്ടെ. ഈ മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു കോൾഡ് വാർ അല്ലെങ്കിൽ ശീതസമരം നടക്കുകയാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ. പക്ഷെ നമ്മളൊക്കെ ഒരു കാര്യം ഓർക്കണം, ഈ ഗവർണർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം അത് ചാൻസലറായിട്ടാണെങ്കിലും ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് ആണെങ്കിലും ഒക്കെ അത് നോമിനൽ ഹെഡാണ്, നാമമാത്രമായ തലവൻ. അപ്പോൾ ഇന്ത്യ ഗവൺമെന്റിന്റെ എല്ലാ അധികാരവും നിക്ഷിപ്തമായിരിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിലാണ്. ആ അധികാരം കൈയാളുന്നത് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. എന്ന് പറയുന്ന പോലെ ഗവർണർക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം അത് ചാൻസലറായിട്ടാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ശരിക്കും അത് നൽകപ്പെട്ടിരിക്കുന്നത് ചീഫ് മിനിസ്റ്റർക്ക് അല്ലെ മുഖ്യമന്ത്രിക്കാണ്. അത് മനസ്സിലാക്കാതെയൊന്നുമല്ല, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ താനാണ് ഇതിൻ്റെ എല്ലാം നേതാവ് എന്ന നിലയിലാണ് ഗവർണർ പ്രവർത്തിക്കുന്നത്, അഥവാ ഗവർണറെ കണക്കിനെ പ്രവർത്തിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. ശരിക്കും പറഞ്ഞാൽ ഗവർണറുടെ അധികാരം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ് ഭൂരിപക്ഷമുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഗവർണർക്ക് എന്തെങ്കിലും സ്വന്തമായി ചെയ്യാനാകുകയുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഭരണകാര്യങ്ങൾ ഇടപെടുക എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇവിടെ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ ഗവൺമെന്റ് ഉള്ളപ്പോൾ, ആ ഗവൺമെന്റ് ഭൂരിപക്ഷം ഉള്ളപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഗവർണർ ഇടപെടേണ്ട കാര്യമേ ഇല്ല. അതാണ് ഭരണഘടനയുടെ അന്തസത്ത എന്ന് പറയുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP ഗവൺമെന്റ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗവർണറെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത്. ഇതിന്റെ ഫലമെന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം എന്ന് പറയുന്നത് ആകപ്പാടെ കുത്തുകഴിഞ്ഞ അവസ്ഥയിലേക്ക് മാറുകയാണ്. ഒരു കാലത്ത് കേരളം എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് 1ാം സ്ഥാനത്തായിരുന്നെങ്കിൽ ആ സ്ഥാനമൊക്കെ ഇപ്പോൾ പോയി 4-5 സ്ഥാനം കടന്നിരിക്കുകയാണ്. അതിലുപരി നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിന്റെ ആ നിലവാരം എന്ന് പറയുന്നത് വെറും കുടിപ്പള്ളിക്കൂടത്തിന്റെ അവസ്ഥയിലേക്ക് മാറുകയാണ്. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരുവിധം പൈസയുള്ളവരൊക്കെ ഒന്നിൽ വിദേശത്ത് പോവുക അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് കുടിയേറുകയാണ്. ഈ കഴിഞ്ഞ അധ്യയന വർഷം ഡൽഹിയിലെ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിച്ച് അഡ്മിഷൻ കിട്ടാതെ പോയ 2 ലക്ഷം ആളുകൾ കേരളീയരായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികളായിരുന്നു. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ കേരളത്തിലുള്ളവർക്ക് വിശ്വാസമില്ല. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നല്ല ശതമാനം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ഒഴിഞ്ഞു കിടക്കുമ്പോൾ പോലും ഇവിടെയുള്ള വിദ്യാർത്ഥികൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ്. കാരണം ഇവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ ഗവൺമെന്റിനോ നമ്മുടെ സംസ്ഥാനത്തിനോ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പറയും മറ്റ് രാജ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടായെന്ന്. അതൊക്കെ എല്ലാ രാജ്യങ്ങളിലേക്കും ആരെങ്കിലുമൊക്കെ ചെന്ന് പഠിക്കാറുണ്ട്. അവർ പോലും സന്തുഷ്ടരല്ല. വിദ്യാഭ്യാസം നൽകപ്പെടേണ്ട നിലവാരമോ നല്ല വിദ്യാഭ്യാസമോ അല്ല ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നൽകപ്പെടുന്നത്. നിലവാരം എന്ന് പറയുന്നത് താഴ്ന്ന് അങ്ങ് ചൂടിലെത്തിയിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണമെങ്കിൽ ഒന്നാമതായി തന്നെ വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രി വേണം. രണ്ടാമതായി തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി ഉയരാൻ ഈ വിദ്യാഭ്യാസ മന്ത്രിക്ക് മാത്രമല്ല ഗവൺമെന്റിനും കഴിയേണ്ടതാണ്. അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഒരു പക്ഷത്ത് കാവ്യവൽക്കരണം, മറുപക്ഷത്ത് ചുവപ്പുവൽക്കരണം. അവർ രണ്ടുപേരും കൂടി തമ്മിൽ തെല്ലുമ്പോൾ പെട്ടുപോകുന്നത് ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗവും ഇവിടുത്തെ വിദ്യാർത്ഥികളും. ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? താങ്ക് യു.